നാലാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിയായ സമയത്തല്ലാതെ വളങ്ങളോ കീടനാശിനികളോ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കായ്കൾ കൊഴിഞ്ഞു പോവാം. അത്യാവശ്യം പാകം ആയതിനു ശേഷമാണ് അത് കൊഴിഞ്ഞു പോയിട്ടുള്ളത്. അപ്പോൾ പേരക്കയിൽ മാത്രമല്ല നമ്മളെ റംബൂട്ടാനിലൊക്കെ കൂടുതലായിട്ട് കായായി. ഹായ്, നമസ്കാരം, ഫാസിലാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിൽ പലരും വീട്ടിൽ ഫ്രൂട്ട്സ് പ്ലാന്റ് കൃഷി ചെയ്യുമ്പോൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഫ്രൂട്ട് പഴം പൂവിട്ട് അത് അത്യാവശ്യം പാകമായി വരുന്ന ടൈമിൽ കൊഴിഞ്ഞു പോകുന്നത്. അപ്പോൾ ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ് ഈ ഫ്രൂട്ട് കൊഴിഞ്ഞു പോകുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, പേരക്ക പൂവിട്ട് കായായി അത്യാവശ്യം പാകം ആയതിന് ശേഷമാണ് അത് കൊഴിഞ്ഞു പോയിട്ടുള്ളത്. അപ്പോൾ പേരക്കയിൽ മാത്രമല്ല നമ്മളെ റംബൂട്ടാനിലൊക്കെ കൂടുതലായിട്ട് കായായി വരുന്ന ടൈമിൽ കൊഴിഞ്ഞു പോകാറുണ്ട്. അതുപോലെ മറ്റെല്ലാ ഫ്രൂട്ട്സിലും ഇപ്പോൾ മാവാണെങ്കിലും കണ്ണിമാങ്ങൊക്കെ ആയിട്ട് വരുന്ന ടൈമിൽ കൊഴിഞ്ഞു പോകാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഫ്രൂട്ട് പാകമായിട്ട് വരുന്ന ടൈമിൽ കൊഴിഞ്ഞു പോകാൻ പ്രധാനമായിട്ടും 5 കാരണങ്ങളാണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ കാലാവസ്ഥാ വ്യതിയാനമാണ്. വെച്ചാൽ നല്ല മഴയുള്ള ടൈമിൽ നല്ല രീതിയിൽ വെയിൽ ചൂട് വരിക, അതേപോലെ ചൂടുള്ള ടൈമിൽ പെട്ടെന്ന് മഴ വരിക. അപ്പോൾ അങ്ങനെയൊക്കെ കാലാവസ്ഥ വ്യതിയാനങ്ങൾ വരുമല്ലോ. അപ്പോൾ പെട്ടെന്നുള്ള കാറ്റ്, തണുപ്പുള്ള ടൈമിൽ ചൂട് വരിക, അങ്ങനത്തെ കാലാവസ്ഥ വ്യതിയാനങ്ങൾ വരുന്ന ടൈമിൽ ഇതുപോലെ പൂവിട്ട് കായായി വരുന്ന പഴങ്ങളൊക്കെ കൊഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് കാരണമാവാറുണ്ട്. അപ്പോൾ ഇതൊക്കെ റംബൂട്ടാനിൽ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ റംബൂട്ടാൻ കൃഷി ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, റംബൂട്ടാൻ അത്യാവശ്യം പാകമായി വരുന്ന ടൈമിൽ കായ്കൾ കൊഴിഞ്ഞു പോവുക. അതുപോലെ നമ്മൾ വീട്ടിൽ മാവ് വെച്ചാൽ കണ്ണിമാങ്ങ ആവുന്ന ടൈമിൽ അത് കൊഴിഞ്ഞു പോകലൊക്കെ. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ പോഷകക്കുറവാണ്. വെച്ചാൽ പ്ലാന്റ് നട്ട് കഴിഞ്ഞാൽ ചെടികൾക്ക് അതാത് ടൈമിൽ കിട്ടേണ്ട പോഷകങ്ങൾ യഥാസമയം കിട്ടാതെ വരുമ്പോൾ ഇതുപോലെ പൂവിട്ട് കായായി വരുന്ന കായ്കൾ കൊഴിഞ്ഞു പോവാം. അത് വെച്ചാൽ മൈക്രോ ന്യൂട്രിയൻസ് കറക്റ്റായിട്ട് ടൈമിൽ കൊടുക്കാതിരിക്കുക, അതേപോലെ പൂവിട്ട് വരുന്ന ടൈമിലൊക്കെ പൊട്ടാഷിൻ്റെ കുറവ് ചെടികൾക്ക് അനുഭവപ്പെടുക എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ കായ്കൾ കൊഴിഞ്ഞു പോവാം. അപ്പോൾ ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കാരണം പൊട്ടാഷ് വളങ്ങൾ കറക്റ്റ് ടൈമിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടി, അതേപോലെ മൈക്രോ ന്യൂട്രിയൻസും യഥാസമയത്തും കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നതാണ് വെള്ളം ബാലൻസ് ചെയ്യുക. വെച്ചാൽ നമ്മൾ വെള്ളം കൊടുക്കുന്നത് കൂടുതലായിട്ടും കൊടുക്കാൻ പാടില്ല, അതേപോലെ കുറവായിട്ടും കൊടുക്കാൻ പാടില്ല. വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല, നീർവാഴ്ച ഉണ്ടോ എന്നുള്ള ഉറപ്പ് വരുത്തുക. അപ്പോൾ വെള്ളം ബാലൻസിങ് ചെയ്യുക. വെച്ചാൽ മണ്ണിൻ്റെ ഈർപ്പം മനസ്സിലാക്കി വെള്ളം ബാലൻസിങ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് എല്ലാ പ്ലാന്റിനും നമ്മൾ ചെയ്തു പോകേണ്ട ഒരു രീതിയാണ് വെള്ളം ബാലൻസ് ചെയ്യുക എന്നുള്ളത്. കാരണം അതുമൂലം പല രോഗങ്ങളും വരാം. കാരണം ഇല കൊയ്യൽ, ഇല കരിയൽ, ചെടികൾ വാടിപ്പോകൽ, ഇതുപോലെ പൂവിട്ട് കായായി വന്നതിന് ശേഷം കൊഴിഞ്ഞു പോക്കൊക്കെ വെള്ളം ബാലൻസിങ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ വരാൻ ചാൻസ് കൂടുതലാണ്. നാലാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിയായ സമയത്തല്ലാതെ വളങ്ങളോ കീടനാശിനികളോ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കായ്കൾ കൊഴിഞ്ഞു പോവാം. അപ്പോൾ വളങ്ങളൊക്കെ കൊടുക്കേണ്ട സമയത്ത് തന്നെ കൊടുക്കുക. ഇപ്പോൾ അതിരാവിലെ വളങ്ങൾ കൊടുക്കാം, അല്ലെങ്കിൽ വെയിലാറിയതിന് ശേഷം കൊടുക്കാം. അതുപോലെ കീടനാശിനികളും അതേ രൂപത്തിൽ തന്നെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ശരിയായ സമയത്താണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ സമയം തെറ്റിയിട്ടുള്ള നേരത്ത് കൊടുക്കുന്നതോ, അല്ലെങ്കിൽ ഇപ്പോൾ ജൈവവളം കൊടുത്ത് അപ്പം തന്നെ രാസവളം കൊടുത്ത്, അതുപോലെ തന്നെ കീടനാശിനികൾ ഇന്നൊന്ന് പ്രയോഗിച്ച് നാളെ വേറെ ഒന്ന് പ്രയോഗിക്കുക, അങ്ങനത്തെ ഒക്കെ രീതിയിലൊക്കെ വരുമ്പോഴും ഇതുപോലെ കായ്കൾ കൊഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് കാരണമാവുന്നുണ്ട്. അഞ്ചാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ കീടശല്യമാണ്. മീലിമുട്ട പോലത്തെ കീടങ്ങൾ ആക്രമണം വരുമ്പോൾ തണ്ടിൽ ഫംഗൽ ബാധ വന്നിട്ടൊക്കെ നമ്മളെ ഈ കായ്കൾ കൊഴിഞ്ഞു പോവുക. അപ്പം അങ്ങനെയൊക്കെ വരികയെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഫംഗസൈഡ് എന്തെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ സാഫൊക്കെ 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലൊക്കെ ആയിട്ട് തണ്ടുകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലത്തെ കീടങ്ങൾ, അതേപോലെ ഫംഗൽ ബാധൊക്കെ വരാതെ നമുക്ക് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മളൊക്കെ ആറ്റുനോറ്റ് വീട്ടിലൊരു ഫ്രൂട്ട് പ്ലാന്റ് വെച്ച് അത് പൂവിട്ട് കായായി വരുമ്പോൾ അത് കൊഴിഞ്ഞു പോകുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വിഷമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. അതിനനുസരിച്ചിട്ട് ഉള്ള പ്രയോഗങ്ങൾ ചെയ്തു കൊടുക്കുക. എന്ത് കാരണമെന്നുള്ളത് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള പ്രയോഗങ്ങൾ ചെയ്തു കൊടുക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റ് രൂപേണ അറിയിക്കുക. താങ്ക് യു.